നമസ്കാരം, ഞാൻ വിനോദ്. ഫൈനൽ സ്റ്റഡീസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മാത്സിലെ ചില പസിൽസ് ആണ്. മത്സര പരീക്ഷകൾക്ക് സാധാരണ ചോദിക്കുന്നതാണ്. നമുക്ക് ഇതിലേക്ക് കിടക്കാം. ഇതുണ്ട് 2, 8, 6 എന്നുള്ളത് എങ്ങനെ എഴുതിയിട്ടുണ്ട്? 2, 3, 8, 9, 6, 7. ഇതോ 5, 0, 3 എന്നുള്ള 5, 6, 0, 1, 3, 4. 7, 2, 2 എന്നുള്ളതോ 7, 8, 2, 3, 2, 3. അപ്പോൾ 6, 4, 1 എങ്ങനെ എഴുതാം? നിങ്ങൾ നോക്കിക്കേ. ഇതുണ്ടോ? അത് പ്രത്യേകത ഉണ്ടോ? എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ സംഖ്യകൾക്ക്? ഇതുണ്ടോ? 2, 8, 6 അത് ഇവിടെ വരുന്നുണ്ടോ? ഇത് കേട്ടോ, 2, 8, 6. അതിന്റെ പ്രത്യേകത എന്താണ്? 2 കഴിഞ്ഞ് വേറെ ഒരു സംഖ്യ എഴുതിയിട്ട് 8, പിന്നെ ഒരു സംഖ്യ എഴുതിയിട്ട് ആ സംഖ്യ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒന്നിടവിട്ട് എഴുതിയിട്ട്. അത് മനസ്സിലായില്ലേ? ഇനി എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇതുണ്ടോ? ഈ എഴുതിയ 2 കഴിഞ്ഞ് തൊട്ടടുത്ത സംഖ്യ ആയിരുന്നു 3, ഈ 8 കഴിഞ്ഞ് തൊട്ടടുത്ത സംഖ്യയാണ് 9, ഈ 6 കഴിഞ്ഞ അടുത്ത സംഖ്യയാണ് 7. കണ്ടോ? ആദ്യം എന്ത് ചെയ്യണം? നേരം ഇത് ഒന്നിടവിട്ട സംഖ്യയായിട്ട് അങ്ങ് എഴുതണം. എന്നിട്ട് അതിന്റെ തൊട്ടടുത്ത സംഖ്യ ആയിരിക്കും അതിന്റെ ഇടയ്ക്ക് വരുന്നത്, അല്ലേ? നമുക്ക് ഒരെണ്ണം അടുത്ത താഴത്ത് നോക്കാം. ഇതുണ്ടോ? 503, 5, 0, 3. കണ്ടോ? 5 കഴിഞ്ഞാൽ 6, 0 കഴിഞ്ഞാൽ 1, 3 കഴിഞ്ഞാൽ 4. ശരിയല്ലേ? അപ്പോൾ ഇത് നോക്കിയേ, 722, 7, 2, 2 ഒന്നിടവിട്ട് എഴുതി. ഇനി 7 കഴിഞ്ഞാൽ 8, 3 ഇതുണ്ട്, 2 കഴിഞ്ഞാൽ 3, ഈ 2 കഴിഞ്ഞാൽ 3. അപ്പോൾ ഇതെങ്ങനെ എഴുതും? 641 ഇങ്ങനെ അകത്ത് എഴുതാം. ഒന്നിടവിട്ടല്ലേ എഴുതണ്ടേ? അതിൻ്റെ ഇടയ്ക്ക് വേറെ സംഖ്യ വരുമല്ലോ. 6 കഴിഞ്ഞ് ഏതാണ് എഴുതണ്ടേ? തൊട്ടടുത്ത സംഖ്യയല്ലേ? 6 കഴിഞ്ഞ് ഇവിടെ 7 വരും. 4 കഴിഞ്ഞ് ഏത് വരും? 5 വരും. 1 കഴിഞ്ഞ് ഏത് വരണം? ഒന്നല്ലേ? 1 കഴിഞ്ഞ് 2 വരണം, അല്ലേ? 1 കഴിഞ്ഞ് 2 വരണം. അപ്പോൾ 6, 7, 4, 5, 1, 2 ആണ് ഈ പസിലിന്റെ ആൻസർ. മനസ്സിലായെന്ന് കരുതുന്നു, അല്ലേ? നമുക്ക് അടുത്ത് നോക്കാം. 3 + 2 = 15. 0 + 4 = 0. 7 + 3 = 70. 2 + 8 എത്രയായിരിക്കും? നോക്കിക്കേ, എന്താ പ്രത്യേകത ഉള്ളത്? ഇത് 3ഉം 2ഉം എത്രയാണ്? 5. അതറിയാലോ. ആ 5നെ 3 കൊണ്ട് ഗുണിച്ച് 3 2 കൂട്ടിയിട്ട് ആദ്യത്തെ സംഖ്യ കൊണ്ട് ഗുണിച്ച് 3 2 5, 5 × 3 15. ശരിയല്ലേ? ഇതെങ്ങനെ കിട്ടുമെന്ന് നോക്കിയേ. 4ഉം 0 എത്രയാണ്? 4. ഈ 4നെ ഈ 0 കൊണ്ട് ഗുണിച്ച് 0 കിട്ടി. കണ്ടോ? എന്ന് വെച്ചാൽ 2 സംഖ്യകളെ കൂട്ടുക, എന്നിട്ട് ആദ്യത്തെ സംഖ്യ കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 4 4 0 കൂടെ കൂട്ടുമ്പോൾ 4, അതിനെ 0 കൊണ്ട് ഗുണിക്കുമ്പോൾ 0. നോക്കി, 7 3 എത്രയാണ്? 10. 10നെ ഈ 7 കൊണ്ട് ഗുണിച്ച് 70. ശരിയല്ലേ? അപ്പോൾ ഇതെങ്ങനെ വരും? 2 8 കൂടെ കൂട്ടുക. 2 8 എത്രയാണ്? 10. ആ 10നെ ഈ ആദ്യത്തെ സംഖ്യ കൊണ്ട് ഗുണിക്കുക. 10 × 2 എത്രയാണ്? 20 വരും, അല്ലേ? ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പസിൽസ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കി ചെയ്യുക. അപ്പോൾ ആദ്യത്തെ സംഖ്യയും ഈ 2 സംഖ്യയും കൂട്ടിയിട്ട് ആദ്യത്തെ സംഖ്യ കൊണ്ട് ഗുണിക്കുന്നതാണ് ഇത്. ഇതാണെങ്കിൽ ഒന്നിലോട്ട് സംഖ്യകൾ എഴുതുന്നു, 2 തൊട്ടടുത്ത സംഖ്യകൾ എഴുതുന്നു ഈ പസിൽ. ഇത് രണ്ടും മനസ്സിലായെന്ന് കരുതുന്നു. മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഏവർക്കും നന്ദി.